വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ യുഡിഎഫിനെ അധിക്ഷേപിക്കാൻ നടത്തുന്ന കുടില തന്ത്രങ്ങൾക്കെതിരെ അതിശക്തമായ ഭാഷയിലാണ് കെ മുരളീധരൻ പ്രതികരിച്ചത്. കോൺഗ്രസിന്റെ ജാഥയിൽ പങ്കെടുക്കുന്നവർക്ക് 500 രൂപ നൽകുന്നു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ വെറും അടിസ്ഥാനരഹിതമാണെന്നും അത്തരമൊരു ഗതികേട് തന്റെ പാർട്ടിക്കില്ല എന്നും അദ്ദേഹം തുറന്നടിച്ചു. തെരഞ്ഞെടുപ്പിൽ പരാജയ ഭീതി പൂണ്ട LDF സ്ഥാനാർത്ഥിയുടെ തരം താണ തന്ത്രമാണ് ഇത്. തന്റെ 14ാമത്തെ മത്സരമാണ് ഇതെന്നും രാഷ്ട്രീയ പോരാട്ടങ്ങൾ വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്ക് വഴുതി വീഴുന്നത് ആദ്യമായാണ് കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതുപോലെ ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമായിരിക്കണം തെരഞ്ഞെടുപ്പ്. കൂലിക്ക് ആളെ കൊണ്ടുവന്നല്ല താൻ മുൻപ് വട്ടിയൂർക്കാവിൽ ജയിച്ചതെന്നും ഇത്തവണയും UDFന്റെയും പ്രവർത്തകരുടെയും കരുത്തിലാണ് മുന്നോട്ട് പോകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. UDFനെ താറടിച്ച് കാണിക്കാൻ നടത്തുന്ന ഈ ഗൂഢാലോചനയ്ക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും DGPക്കും രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. തെരഞ്ഞെടുപ്പിൽ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളുമെന്ന് ഉറപ്പായപ്പോൾ CPMും LDF സ്ഥാനാർത്ഥിയും ചേർന്ന് നടത്തുന്ന ഈ വില കുറഞ്ഞ രാഷ്ട്രീയം വട്ടിയൂർക്കാവിലെ ജനങ്ങൾ തിരിച്ചറിയുമെന്നും 2016ലെ അതേ പരാജയം തന്നെയാകും ഇത്തവണയും LDFനെ കാത്തിരിക്കുന്നതെന്നും കെ മുരളീധരൻ പ്രത്യാശ പ്രകടിപ്പിച്ചു. എന്തായാലും അദ്ദേഹത്തിന്റെ ആ പ്രതികരണ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. അങ്ങനെ ഒരു ഗതികേട് ഞങ്ങൾക്ക് വന്നിട്ടില്ല. അത് 3ാം സ്ഥാനത്തേക്ക് പോകുന്ന ഉറപ്പായ CPM അവസാനം ഇറക്കിയ ആയുധമാണ്. ഞാൻ പല മത്സരങ്ങളും കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു സ്ഥാനാർത്ഥി എന്നെ നേതൃത്വം നൽകി വേറൊരു സ്ഥാനാർത്ഥിയെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്നത് ആദ്യമായിട്ട് ഞാൻ കാണുക. ഇതെൻ്റെ 14ാമത്തെ മത്സരമാണ്. ഞാൻ മത്സരം വ്യക്തികൾ തമ്മിലല്ല ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ ഇത്രയും ചീപ്പായിട്ടുള്ള കളി കളിക്കരുത്. 2 തവണ വട്ടിയൂർക്കാവിൽ ഞാൻ ജയിച്ചത് കൂലിക്ക് ആളെ കൊണ്ടുവന്നിട്ടല്ല. ഇത്തവണ ഫൈറ്റ് ചെയ്യുന്നതും എൻ്റെ പാർട്ടിയുടെ എൻ്റെ മുന്നണിയുടെ ശക്തിയിൽ തന്നെയാണ്. അതുകൊണ്ട് ഇത്രയും 12 മണിക്കിട്ട എങ്ങനെ 12:05 പിൻവലിച്ചു? ഇത് CPMൻ്റെ ഞാൻ CPMനെ പറയില്ല. സ്ഥാനം നഷ്ടപ്പെടുന്ന ഉറപ്പായിട്ടുള്ള ഇവിടുത്തെ LDF സ്ഥാനാർത്ഥിയുടെ ഒരു കുടില തന്ത്രം തന്നെയാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് പിന്നിൽ. ഗൂഢാലോചന എന്ന് വെച്ചാൽ മറ്റേ UDFനെ ടാറടിച്ച് കാണിക്കാൻ വേണ്ടി നടത്തുന്ന ഗൂഢാലോചനയാണ്. അത് നടപ്പില്ല. ഇവിടുത്തെ LDF സ്ഥാനാർത്ഥിക്ക് 2016ലെ അന്നത്തെ LDF സ്ഥാനാർത്ഥിയുടെ സ്ഥിതി തന്നെ വരും. ഞാൻ അത്രയും പറയും. നിയമ നടപടി ഞാൻ റിട്ടേൺ ആയിട്ട് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. റിട്ടേൺ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ DGPക്കും കൊടുത്തിട്ടുണ്ട്. എന്താ റിസൾട്ട് നോക്കാം. സ്ഥാനാർത്ഥിയുടെ പേര് ഞാൻ പറഞ്ഞില്ല. CPMൻ്റെ ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളതെങ്കിലും അത് തന്നെ എനിക്ക് അത്രയല്ലേ പറയാൻ പറ്റൂ. ഞാൻ വ്യക്തികൾക്കെതിരായിട്ട് കൊടുക്കില്ല. ഞാനൊരു പാർട്ടിക്കെതിരായിട്ട് കൊടുത്തു. പക്ഷേ ആ പാർട്ടിയിലെ എല്ലാവർക്കും വലിയ ഉത്തരവാദിത്വമൊന്നുമില്ല. സ്ഥാനാർത്ഥിക്ക് തന്നെയാണ് ഉത്തരവാദിത്വം.